ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നാം കണ്ടിരിക്കുന്നു വിശ്വാസം വിളക്കാണ്. കുമാരനാശാനാണ് ഇങ്ങനെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന്, വിശ്വാസം ജീവസർവസ്വമല്ലോ, ഒക്കെയും പോമത് പോയാൽ കെടുമാരും, ചുക്കാൻ പോയുള്ളൊരു കപ്പൽ പോലെ. വിശ്വാസമില്ലാത്ത ജീവിതം നിയന്ത്രണം നഷ്ടപ്പെട്ട ചുക്കാനില്ലാത്ത കപ്പൽ പോലെ അനാഥമാകും. ഇതാണ് ജീവിതത്തിൻ്റെ തെളിച്ചം. ഇതാണ് നാം സൂക്ഷിക്കേണ്ട കിടാവിളക്ക്. ജീവിതത്തിൽ സർവവും ഉണ്ടെങ്കിലും അതെല്ലാം കെട്ട പോലെയാകും വിശ്വാസമില്ലാത്ത ജീവിതം. എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു മുമ്പിൽ. കണ്ണിൻ്റെ വെളിച്ചം പോയാൽ ആ കാഴ്ചകളൊക്കെ വൃഥാവിലാകുന്നത് പോലെ വിശ്വാസം ഇല്ല എങ്കിൽ നാം ജൈവപരമായി ജീവിക്കുന്നുണ്ടാവാം. അതിൽ പല പ്രവൃത്തികളും എടുക്കുന്നുണ്ടാവാം. അതിനെല്ലാം ഫലങ്ങളും ലഭിക്കുന്നുണ്ടാവാം. പക്ഷേ ജീവിതത്തിൽ ആത്യന്തികമായി നമുക്ക് ലഭിക്കേണ്ട ആത്മസുഖം അതുണ്ടാവില്ല. ഗുരുദേവൻ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും സദാപി ചെയ്തിടുന്നു എന്നാണ്. ഭൗതികമായും വൈദികമായും സംഘടിപ്പിക്കപ്പെടുന്ന സഭകളുടെ എല്ലാം ലക്ഷ്യം ഈ സുഖമാണ് എന്ന് അവിടുന്ന് ഒരിടത്ത് അരുളുന്നുണ്ട്. അത് ലഭിക്കണമെങ്കിൽ വിശ്വാസാന്വിതമായ ഒരു ജീവിതം നമ്മൾ കരുപ്പിടിപ്പിച്ചെടുക്കണം. വിശ്വാസത്തെ എത്ര പരിമിതമായിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. നിശ്ചിതമായ ചില നടപടികൾ, ആചാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് എങ്കിൽ അത് വിശ്വാസമാണ് എന്ന് നമ്മൾ കരുതുന്നു, അഭിമാനിക്കുന്നു. വിശ്വാസിയുടേതായ ചില അടയാളങ്ങളുണ്ട്.
കുറി തൊടുന്നു, ഭസ്മം ധരിക്കുന്നു, രുദ്രാക്ഷമണിയുന്നു, അതുപോലെ പല വിഭൂതികളോ വിഭൂഷകളോ ഒക്കെ ധരിക്കുന്നു. ഇതിൻ്റെ ഏറ്റ കുറച്ചിലനുസരിച്ച് അയാളുടെ വിശ്വാസിക്കും അയാളുടെ വിശ്വാസത്തിനും നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ കാണും. എന്നാൽ വിശ്വാസം അത് തികച്ചും മനോനിഷ്ഠമാണ്, ആന്തരികമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിത്തറ അത് എന്തായിരിക്കണം? പ്രിയമുള്ളവരെ, വിലക്ഷണമായിട്ടാണെങ്കിലും ബാഹ്യമായിട്ടാണെങ്കിലും വിശ്വാസത്തിൻ്റെ ചില നടപടികളിലൂടെ നാം മുമ്പോട്ട് പോയാൽ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അത് നമ്മെ നയിക്കും. ആ രീതിയിൽ നമുക്ക് ഒരു സ്വയം പരിശ്രമവും കൂടി വേണമെന്നേ ഉള്ളൂ. നാം പലപ്പോഴും പലയിടത്തും വിശ്വാസം അർപ്പിക്കും. അത് അവിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഒന്നിൽ വിശ്വസിക്കുന്നു, ആ ഒന്നിൽ നിന്നും പ്രതീക്ഷ പോലെ നമുക്ക് നേടാനാകുന്നില്ല, ആകാനാകുന്നില്ല. അപ്പോൾ വിശ്വാസം മാറുകയാണ്. വിശ്വാസത്തിൻ്റെ ഉപാധി മാത്രമാണ് മാറുന്നത്. ആഗ്രഹങ്ങൾ പലതും നമുക്കുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടും എന്ന പ്രതീക്ഷയെയാണ്, ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള നടപടിയെയാണ് സത്യത്തിൽ നമ്മളെല്ലാവരും വിശ്വാസമെന്ന് കരുതുന്നത്. ഒന്നോർത്തു നോക്കൂ, ഞാൻ ആര്? ഞാൻ ആരായിരിക്കണം? എന്തായിരിക്കണം? ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായി വരിക. അതായിത്തീരുവാനുള്ള മാർഗങ്ങൾ ആരായുക, തിരയുക, കണ്ടെത്തുക. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടത്. ഓർക്കൂ സഹോദരങ്ങളെ, നല്ലൊരു തൈ കെട്ടി. ആ തൈയുടെ പ്രയോജനം നമുക്കറിയാം. നമ്മൾ എന്താണ് ചെയ്യുക? അത് വേരോടി വളരുവാനും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തണലോ ഫലമോ ലഭിക്കുവാനും ഉചിതമായ ഒരു സ്ഥാനം നിർണയിച്ച് ആയിരിക്കും അതവിടെ സ്ഥാപിക്കുക. അത് സ്ഥാപനമാണ്. അതവിടെ വേരോടി തുടങ്ങുകയാണ്. അത് പിന്നെ വളർന്നുയരുന്നു, പടരുന്നു, പന്തലിക്കുന്നു. തണലും ഫലവും നമുക്ക് ഏകുകയായി. അപ്പം നമ്മുടെ ശ്രദ്ധ അതും വിശ്വാസവുമായി വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ശ്രദ്ധ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ഒരു ഗന്ധമടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന ആയനം നോട്ടത്തിനെയല്ല ശ്രദ്ധ എന്ന് പറയുന്നത്. ഒരു വാസന, അത് നമ്മിൽ ജന്മനാ തന്നെ കാണും. അത് പൂർവകർമ്മ ഫലമായിരിക്കും. അത് വാസനയെ നിയന്ത്രിക്കും. അപ്പം അങ്ങനെ പലതിനോടും ആഭിമുഖ്യമുണ്ടാവും.
പലതിനോടും വൈമുഖ്യവും ഉണ്ടാവും. ഈ രീതിയിൽ വാസന വൈചിത്ര്യം എല്ലാവരിലും ഭിന്നമായിരിക്കും. ഒരിക്കലും ഒരേ അഭിരുചിയിലെത്തുവാൻ നമ്മിൽ ആർക്കും തന്നെ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഇവിടെയാണ് വിശ്വസിക്കേണ്ടത് ഏതിൽ. ഇതിനെയെല്ലാം വേരോടെ കളയുന്നത്, വേരോടേണ്ടതിനെയെല്ലാം സ്ഥാപിക്കുന്നത് എന്തിലൂടെ ആവണം എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഇപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ബോധ്യപ്പെടുന്നതിന് ഈശ്വര വിശ്വാസം എന്ന് തന്നെയല്ലേ പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് ഊഹിക്കാം എന്താണ് വിശ്വസിക്കേണ്ടത്, എന്തിലാണ് വിശ്വസിക്കേണ്ടത്. അവിടെയും നമ്മുടെ സങ്കല്പം മാറിപ്പോകുന്നു. ഇതൊരു കുഴഞ്ഞ പ്രശ്നമാണ്. എന്താണ് ഈശ്വരൻ എന്നതിനെപ്പറ്റി നമുക്കൊരു നിശ്ചയമില്ല എങ്കിൽ അവനവന്റെ വാസനയ്ക്കും സങ്കല്പത്തിനും അനുസൃതമായ ഈശ്വര സങ്കല്പത്തിലായിരിക്കും അവൻ ഉറച്ചിരിക്കുക. ഇപ്പോൾ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ചിലർക്ക് മാത്രം, അനുഗ്രഹിക്കപ്പെട്ടവരെ പുണ്യവാന്മാരെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ അടിത്തട്ട് വരെ ബോധ്യമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ തെളിഞ്ഞവരാവും. തെളിഞ്ഞവരാണെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ തെളിക്കാനും അവർ പ്രാപ്തരാകും. അപ്പൊ അങ്ങനെയൊരു തെളിഞ്ഞ പ്രകാശസ്വരൂപനായ ഒരു ഗുരുവിനെ തികച്ചും അർത്ഥവത്തായി അജ്ഞാനാന്ധകാരത്തെ മാറ്റുന്ന, വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന സാക്ഷാൽ ഗുരുവായി, ആ ഗുരു കേവലം ഒരു അലങ്കാരം മാത്രമല്ല, പൂർണാർത്ഥത്തിൽ ഗുരുവായി ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവിടെ നമ്മുടെ എല്ലാം ഉള്ളഴിഞ്ഞ പ്രാർത്ഥന, തെളിക്കയൻ കണ്ണുകൾ കൂരിരുട്ടും തിക്കുന്ന മഞ്ഞും ഭഗവാൻ തുടയ്ക്ക, വിളിക്ക അൻപാർന്നവിടുത്തെ മുൻപിൽ വിരഞ്ഞു തപ്പിത്തടയുന്നൊരെന്നെ, അല്ലെങ്കിൽ ഇക്കാടുകൾ വെട്ടി നീക്കി അകത്തെഴുന്നള്ളുക എൻ കുടിഞ്ഞിൽ, അരക്ഷണം വിശ്രമമഞ്ചമാക്കി അങ്ങെൻ്റെ ആത്മാർപ്പണമേറ്റുകൊള്ളുക. ഓർത്തു നോക്കുക, ഈശ്വര വിശ്വാസത്തിൻ്റെ ആദ്യപടിയായി നാമജപം, കീർത്തനം, ദർശനം, ഇങ്ങനെ പല വഴികളൊക്കെ നമുക്ക് ജന്മന പരിചയിക്കുവാൻ കഴിയായികയല്ല. ഇങ്ങനെയുള്ള മാർഗത്തെ അവലംബിക്കാത്തവരായി, എപ്പോഴുമല്ലെങ്കിലും വല്ലപ്പോഴുമെങ്കിലും അവലംബിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ അതിനെ അന്ധമായി ഒഴിവാക്കാൻ മേലാത്ത ഒരു നടപടിയായി നാം കാണുന്നത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അതിനെ യാന്ത്രികമായി നാം ഒന്ന് അനുകരിക്കുന്നു എന്ന് വന്നേക്കാം.
പക്ഷേ അതിനൊക്കെ വിശ്വാസത്തിൻ്റെ പിൻബലമില്ല എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം പലപ്പോഴും കാട്ടുന്ന ഉപേക്ഷ, പലപ്പോഴും കാണിക്കുന്ന അലസത, അതൊക്കെ ഇതിന് തെളിവത്രേ. ഇവിടെ നാം ആത്മപരിശോധന തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് അരുവിപ്പുറത്താണ് നടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഗുരുദേവൻ കുന്നുംപാറയിലേക്ക് എഴുന്നള്ളി. കുന്നുംപാറ വന്ന് അവിടുത്തെ ആ ക്ഷേത്രവും മറ്റും ഏറ്റെടുത്ത കാലമാണ്. അപ്പൊ അവിടേക്ക് കാശിയിൽ പോയി വൈദികത്തിലൊക്കെ അല്പം പ്രാവീണ്യം നേടിയ ഒരു യുവാവിനെ അതിൻ്റെ ചുമതലയേൽപ്പിക്കുന്നു. അങ്ങനെ ആ യുവാവ് അവിടെ താമസിക്കുമ്പോൾ അവിടെ നിന്ന് പഴയ പൂർവ പരിചയമുള്ള ഒരു തമിഴ് ധനികന്റെ വീട്ടിലേക്ക് ഗുരുദേവൻ പോകുന്നു. ആ കൂട്ടത്തിൽ ഈ യുവാവും പോകുന്നു. അവിടെ എത്തുമ്പോൾ അയാൾ ഒരു പ്രമാണിയാണ്, കൊട്ടാരത്തിലെ കണക്കപ്പിള്ളയാണ്. ആ നിലയ്ക്ക് വളരെ മാനനീയനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരത്ത് ആയിരുന്നു. കൈതമുക്ക് ഭാഗമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടും വളരെ മോടിയായിട്ടുണ്ട്. ഗുരുവിനും ശിഷ്യനും പലഹാരം വയ്ക്കുന്നു. പക്ഷെ ശിഷ്യൻ കഴിക്കുന്നില്ല. വൈദികത്തിലൊക്കെ കുറച്ച് കൂടുതൽ നിഷ്ഠകൾ പാലിക്കുന്നത് കൊണ്ട് സ്വയം പാചകം ചെയ്ത് മാത്രമേ അയാൾ കഴിക്കുകയുള്ളൂ. വീട്ടുകാരന് വിഷമമുണ്ടാകാതിരിക്കാൻ, തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഗുരുദേവൻ തന്നെ തൻ്റെ ശിഷ്യന്റെ ഈ സ്വഭാവം പറഞ്ഞു കേൾപ്പിക്കുന്നു. അപ്പോൾ തമിഴനായ ആ ഭക്തൻ, അയാൾ ഭക്തനാണെന്ന് ഇതിനോടകം ആ യുവാവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് അരുവിപ്പുറത്ത് വെച്ചുണ്ടായ, പണ്ട് കാലത്തുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. തനിക്കൊരു വായ്പുണ്ണ് വന്നു. അത് കുടൽപുണ്ണായിട്ടൊന്നും മാറി. ആഹാരം കഴിച്ചുകൂടാ, ഉമിനീര് പോലും ഇറക്കാൻ മേലാത്ത വിഷമസന്ധി. പല ചികിത്സകളും നടത്തി പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു കൊടുക്കുന്നത്, അരുവിപ്പുറത്ത് ഒരു സിദ്ധൻ വന്നിട്ടുണ്ട്, അവിടുത്തെ കണ്ടാൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അവിടുത്തെ സമീപിക്കുന്ന പലരും രോഗമുക്തി നേടി പോയതിൻ്റെ കഥകൾ നാട്ടിലാകെ പാട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് അരുവിപ്പുറത്തിന് കാലത്ത് പോവുക വളരെ ശ്രമകരമാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വഴിയൊന്നുമില്ല. എന്ന് മാത്രമല്ല, അപകടം പിടിച്ച സ്ഥലവുമാണ്, കാട്ടുജന്തുക്കളൊക്കെ ഉണ്ട്. ഇവർ പോകുന്നത് സംഘം കൂടിയാണ്. ഏതാണ്ട് ഒരു 10-25 പേരടങ്ങുന്ന ഒരു സംഘവുമായി ഇവർ നദി തന്നെ ലക്ഷ്യമാക്കി നദീതീരത്തോടി തന്നെ വഴിയുണ്ടാക്കി നടന്ന് അരുവിപ്പുറത്തെത്തുമ്പോൾ കാട്ടിനുള്ളിൽ ഒരു പാറമേൽ ഗുരുദേവൻ ഇരിപ്പുണ്ട്. ഗുരുദേവന്റെ മുമ്പിൽ
തൻ്റെ സങ്കടം ഉണർത്തിച്ച് ഇവിടെ മരുന്നൊന്നും ഇല്ലല്ലോ എന്ന് അവിടുന്നൊന്ന് മുഴിഞ്ഞു. തമിഴർക്ക് ഭക്തി കൂടുമല്ലോ. ഇവർ സംഘം കൂടി വെള്ളം ഒഴിച്ചുള്ള സകല സംഭാരങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്താണേലും കണ്ടനുഗ്രഹം വാങ്ങിയേ മടങ്ങുമെന്ന വ്രതത്തോടെ 1 മാസത്തേക്കുള്ള സാധന സാമഗ്രികളുമായിട്ടാണ് അവർ പോയിരുന്നത്. പലതും ഗുരുവിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു. എല്ലാവരും മാറി വിശ്രമാർത്ഥം അവിടെയും ഇവിടെയുമൊക്കെ പാറപ്പുറത്തും മറ്റും കൂടി കുറെ ആളുകൾ കൂടി ഭക്ഷണം ഒരുക്കി. തമിഴരുടെ ഭക്ഷണത്തിന് അല്പം രൂക്ഷത കൂടും. ഗുരുദേവനെ പോലെ ഒരാൾക്ക് പറ്റുന്ന ഭക്ഷണമല്ല, എരിവൊക്കെ കൂടി നിൽക്കും. ആ ഭക്ഷണം ഇവർ ഭവ്യതയോടെ ഗുരുവിന് മുമ്പിൽ സമർപ്പിച്ചു. ഈ ദേഹം തന്നെയാണ് അത് ഗുരുവിന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ ആ കൊണ്ടവച്ച എല്ലാ വിഭവങ്ങളും കൂട്ടിയെടുത്ത് ഒരു ഉരുളയാക്കി ഈ ഭക്തന്റെ നേരെ നീട്ടുന്നു. അദ്ദേഹം ആദ്യം ഒന്ന് അമ്പരക്കുന്നു. പക്ഷെ പെട്ടെന്ന് മനസ്സിലാകുന്നു, ഇത് തൻ്റെ നേരെയാണല്ലോ. അത് ഭവ്യതയോടെ വാങ്ങുന്നു. കഴിച്ചുകൊള്ളൂ, കൽപ്പനയായി. അപ്പൊ തന്നെ വായിലേക്ക് വെച്ചു. വായിക്കാകെ ഒരു മരവിപ്പൊക്കെ തോന്നി. മാസങ്ങൾ കൂടി ആദ്യമായിട്ട് ഭക്ഷണത്തിൻ്റെ ഒരു വറ്റ്, ഇത് വറ്റെന്ന് പറഞ്ഞുകൂടാ, ഒരു ഉരുള ആ വായിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ രുചി പോലും അറിയാൻ മേലാത്ത തരത്തിൽ നാവെല്ലാം തൊലി പോയി ചുമന്നിരുന്നു എന്നോർക്കണം. ആ ഭക്ഷണം അയാൾ ഇറക്കി. രുചി പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഗുരു ഇത് സാഗൂതം നോക്കിയിരുന്നു. മന്ദസ്മിതത്തോടെ അരുളി, പോയി ഊണ് കഴിച്ചോളൂ. അപ്പൊ തന്നെ നമസ്കരിച്ച് വണങ്ങി എല്ലാവരും ഇരിക്കുന്നിടത്ത് വന്നു. എല്ലാവരോടും ഒപ്പം ആ രൂക്ഷ ഗന്ധമുള്ള ഭക്ഷണം, മസാലകളൊക്കെ കുറെ കൂടിയ ആ ഭക്ഷണം എല്ലാവരോടും ഒപ്പം അയാൾ കഴിക്കുകയും ചെയ്തു. അയാൾക്ക് അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല. മടങ്ങിപ്പോരുകയും ചെയ്തു. അയാൾ വീണ്ടും പ്രശസ്തമായി ഉദ്യോഗം ഭരിച്ചു. ഇത് ഈ യുവ സന്യാസിയെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു കേൾക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ആ പലഹാരം ഗുരുദേവൻ സാവകാശം ചെറിയ ഒരു മന്ദഹാസത്തോടെ ഇരുന്ന് ഭക്ഷിക്കുകയായിരുന്നു. ഇത് ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഒരനുഭവസ്ഥൻ പറഞ്ഞതാണ്. ഒന്ന് ഓർത്തു നോക്കൂ. വിശ്വാസത്തിൻ്റെ ഒരു അടയാളം നമുക്കിവിടെ കാണാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉമിനീര് പോലും വായിൽ നിന്ന് ഇറക്കാൻ പാടില്ലാഴിക. ഇങ്ങനെ ഒരാൾക്ക് നേരെ അത്ര എരിവും പുളിയും എല്ലാം കലർന്ന് ആ ഭക്ഷണം കൊടുത്തപ്പോൾ അത് ഗുരുപ്രസാദമായി അയാൾക്ക് തോന്നിയത്, അതിലുപരി തനിക്കുള്ള അനുഗ്രഹമായി അയാൾക്ക് തോന്നിയെങ്കിൽ അത് അയാളുടെ വിശ്വാസം തന്നെയാണ് കാരണം. ഓർത്തു നോക്കൂ, ഇവിടെ സംശയം അയാളെ ബാധിച്ചില്ല. സംശയിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഇങ്ങനെ ഒരു അനുഗ്രഹം അയാൾക്ക് അനുഭവപ്പെടുമായിരുന്നില്ല. മറ്റൊന്നുകൂടി കാണാം. സ്വയം ഭക്ഷിക്കുന്നത് മാത്രമേ ശിഷ്യൻ ഭക്ഷിക്കുകയുള്ളൂ. ഇവിടെ ഇതാ സാക്ഷാൽ ഗുരു ഇതുപോലെ
ആര് കൊടുത്താലും അത് യോജ്യമാണ് എങ്കിൽ അത് ഭക്ഷിക്കുന്നു. ഗുരു തന്നെ ആ ശിഷ്യനെ മറ്റൊരു പാഠവും കൂടി പഠിപ്പിക്കുകയായിരിക്കും. ഗുരുവിൻ്റെ മനോമണ്ഡലത്തിൽ ഏതെല്ലാം ചിന്തകളായിരിക്കും പോവുക എന്നത് പലപ്പോഴും നമുക്ക് പിടികിട്ടാറില്ല. ഈ യുവാവാണ് ഈ ശങ്കരൻ പ്രദേശി സ്വാമികളായിട്ട് മാറുന്നത്. നമ്മുടെ വൈദിക മഠത്തിൻ്റെ ആചാര്യനായിരുന്നു. അവിടുന്ന് തുടങ്ങി വെച്ച വൈദിക മഠമാണ് ഇന്ന് നമ്മുടെ ജയന്തശാന്തി അടക്കമുള്ള വൈദിക പരമ്പരയെ സൃഷ്ടിച്ചത് എന്നതുകൂടി നമുക്ക് തരുണത്തിൽ സ്മരിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം കൂടിയുണ്ട് ശങ്കരാനന്ദ സ്വാമികളെ കുറിച്ച്. അത് ഒന്നുകൂടി നമുക്കൊന്ന് സ്മരിക്കാം, അറിയാവുന്നതാണെങ്കിൽ. അതായത് കൊളത്തൂർ കോലത്തുകര അന്ന് ഇതുപോലത്തെ വലിയ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. പഴയ മാമൂലുകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ മുറതെറ്റാതെ പാലിച്ചിരുന്ന ഒരു ദേവീ ക്ഷേത്രമായിരുന്നു. ബലികളൊക്കെ നടന്നിരുന്ന ഇടമാണ്. ഗുരുദേവൻ അത് പരിഷ്കരിച്ച് കോലതീരേശനെ പ്രതിഷ്ഠിച്ചു, ശിവനെ പ്രതിഷ്ഠിച്ചു. കോലതീരേശ സ്തവമൊക്കെ എഴുതി. ഗുരുദേവൻ ഏറ്റവും കൂടുതൽ വിശ്രമിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കോലത്തുകര. ആ കോലത്തുകര ഈ ശങ്കരൻ പ്രദേശ സ്വാമികളെയും കൂടെ കൂട്ടിയാണ് ഒരിക്കൽ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗത്തൊരു കാവുണ്ടായിരുന്നു. അപ്പം അവിടെ അതിൻ്റെ ഒരു തൽക്കാല ചുമതല ശങ്കരൻ പരദേശി സ്വാമികൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമീപസ്ഥമായ ഒരു ഭക്ത ഭവനത്തിൽ ഗുരുദേവൻ വിശ്രമത്തിലായിരുന്നു. തൻ്റെ വൈദിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി ഗുരുദേവൻ വിശ്രമിക്കുന്ന ഭവനത്തിലേക്ക് ശങ്കരാനന്ദ സ്വാമികൾ പോകുമ്പോൾ ആ ക്ഷേത്രത്തോട് ബന്ധിച്ച് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു കാവുണ്ട്. ഒരു സർപ്പക്കാവാണ്. അതിലൂടെ വേണം നടന്നു പോകാൻ. നിർഭാഗ്യവശാൽ പോകുന്ന വഴി പാമ്പ് കടിച്ചു. അദ്ദേഹം കുടഞ്ഞെറിഞ്ഞതിന് ആകപ്പാടെ അങ്കലാപ്പായി. ഇദ്ദേഹം വേഗം ഗുരു വിശ്രമിച്ചിരുന്ന വീട്ടിലെത്തി. അപ്പോഴേക്കും ഗുരുദേവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആ സമീപത്ത് തന്നെ ശങ്കരാനന്ദ സ്വാമികൾ ഇരുന്നു. ആ പാദത്തിങ്കൽ തന്നെ ശങ്കരാനന്ദ സ്വാമികൾ ഇരുന്നു. അപ്പം അവിടുത്തേക്ക് ഗുരുദേവനെ ഇത് ഉണർത്തിക്കണമെന്നുണ്ട്. പക്ഷേ ഉറങ്ങുന്ന ഗുരുവിനെ ഉണർത്തരുത് എന്ന് ശാസ്ത്രം പറയുന്നത് കൊണ്ട് ശാസ്ത്ര നിഷ്ണാതനായിരുന്ന സ്വാമികൾ അതിന് മുതിർന്നില്ല. എന്താണെങ്കിലും ഏത് വിഷത്തെയും അതിജീവിക്കാൻ ഈ പാദാന്തികത്തിൽ ഗുരുവിൻ്റെ ഈ പാദാന്തികത്തിൽ ഇരുന്നാൽ സാധിക്കുമെന്ന് തന്നെ ഈ സ്വാമികളുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസം ഉദിച്ചു. ഉറച്ച വിശ്വാസമാണ്. ആ ഇരിപ്പ് ഗുരു ഉണരുവോളം നോക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഗുരുദേവൻ ഉണരുന്നത്. ഉണർന്നു. സ്വാമികൾ ഈ പാദാന്തികത്തിൽ തന്നെ ഇരിപ്പുണ്ട്. കുറേയേറെ നേരം അദ്ദേഹത്തിന് നല്ല വിഷമതകൾ ഉണ്ടായിരുന്നു. പക്ഷെ പയ്യെ 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 അത് ആശ്വാസത്തിലെത്തി. ഗുരുദേവൻ ഉണർന്ന പതിവ് പോലെ പുറത്തേക്കൊരു യാത്രയുണ്ട്. അപ്പം ഇങ്ങനെ നടന്ന് അല്പം ദൂരെയുള്ള ഈ കടൽ തീരം വരെ നടന്നു എന്നാണ്. അവിടം വരെ ഈ ശിഷ്യനും അനുഗമിച്ചു. അപ്പം അവിടെ പോയി ഇരുന്നു. പിന്നെയാണ് ഇതുണർത്തിക്കുവാനുള്ള ഒരു സന്ദർഭം ഒത്തുവരുന്നത്. സർപ്പം കടിച്ച വിവരവും താൻ ഗുരുവിൻ്റെ സമീപത്ത് വന്ന് ഇരുന്ന വിവരവും ശങ്കരാനന്ദ സ്വാമികൾ ഉറപ്പിച്ചു, ഉണർത്തിച്ചു. എല്ലാം കേട്ടിട്ട് ഗുരു പറഞ്ഞത് വിശ്വാസം രക്ഷിച്ചു എന്നാണ്. വിശ്വാസം രക്ഷിച്ചു.
അപ്പോൾ നമ്മളൊരു കഥ കേട്ടു. വിശ്വാസം രക്ഷിച്ചു എന്നുള്ള ആ പ്രവചനം അതിനെത്ര ആഴമുണ്ടെന്നറിയുമോ? വിശ്വാസത്തിൻ്റെ ശക്തി അതെത്ര വലുതാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അത്തരമൊരു വിശ്വാസം ഉള്ളിലുണ്ടാകണമെങ്കിൽ ഉള്ള് എത്ര പാവനമായിരിക്കണം, എത്ര തെളിഞ്ഞതായിരിക്കണമെന്ന് ഓർത്തു നോക്കേണ്ടതാണ്. നമ്മൾ മുമ്പ് കണ്ടതാണ്. അവധൂത വൃത്തിക്കാലത്ത് അവിടുന്ന് തമിഴകമാകെ സഞ്ചാരം ചെയ്യുന്നതും പലപ്പോഴും പരീക്ഷണാർത്ഥവും മറ്റും പലരും വിഷഭക്ഷണങ്ങൾ നൽകിയതും ആ വിഷഭക്ഷണങ്ങളൊന്നും അവിടുത്തെ അപായപ്പെടുത്താതിരുന്നതും ഒന്നോർത്തു നോക്കൂ. ശങ്കരാനന്ദ സ്വാമികൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ചെറുവാക്കിലാണെങ്കിലും ഗുരു അത് ഉറപ്പിക്കുന്നു. വിശ്വാസം രക്ഷിച്ചു. സജ്ജനങ്ങളെ, വിശ്വാസം രക്ഷിക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമായിരിക്കണം. അത് ഉപാധിയില്ലാത്ത വിശ്വാസമായിരിക്കണം. നിരാക്ഷേപമായ വിശ്വാസമായിരിക്കണം. നമുക്ക് എപ്പോഴും അങ്ങനെ കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ ഒരുപക്ഷേ പലതും പരീക്ഷിച്ചെന്നാൽ ഇവിടെയും കൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം. അവിടെ സംശയമുണ്ട്. അവിടെ വിശ്വാസത്തിന് മായം കലർന്നു. അത്തരം വിശ്വാസത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരിക്കൽ ഒരു ഉന്നതനായ ഒരു ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ ഗുരുദേവനെ കാണാൻ എത്തുകയുണ്ടായി. അദ്ദേഹം ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഗുരുദേവനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന അവസരത്തിൽ ഒരിക്കൽ തനിക്കുണ്ടായ അനുഭവം ഗുരുവിനോട് തന്നെയാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അദ്ദേഹം കച്ചേരിയിൽ പോകുമ്പോൾ ഓർമ്മ കുറയുന്നു. ചിലപ്പോൾ കടലാസുകളൊക്കെ മാറിപ്പോകുന്നു. പറയാൻ തുടങ്ങുമ്പോൾ, എഴുതാൻ തുടങ്ങുമ്പോൾ അത് എന്തായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളത് മറന്നുപോകുന്നു. കച്ചേരി കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അവിടെ ഇങ്ങനെ ഒരനുഭവം ഉണ്ടായപ്പോൾ ആദ്യം അതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോകെ ഇത് അല്പം വിഷമകരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവധിയെടുത്തു. അദ്ദേഹത്തിൻ്റെ സമീപവാസിയായിരുന്നു, അയൽക്കാരിയായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പിച്ചമ്മാൾ. ആ പിച്ചമ്മാളിലൂടെയാണ് ഗുരുദേവനെ സംബന്ധിച്ച ആദ്യകാലത്തെ അത്ഭുത കഥകളെല്ലാം ലോകമറിഞ്ഞത്. ശിവഗിരിയിലൊക്കെ പിച്ചമ്മാൾ ഉണ്ടായിരിക്കുമ്പോൾ ഗുരുദേവന്റെ സമാധിക്ക് ശേഷവും പിച്ചമ്മാൾ ശിവഗിരിയിൽ തുടരുകയുണ്ടായി. പിച്ചമ്മാളിന്റെ ചാരെ ആളുകൾ കൂട്ടം കൂടുമായിരുന്നു. എത്ര കഥകൾ പറഞ്ഞാലും തീരില്ല, എത്ര കഥകൾ കേട്ടാലും തീരില്ല. അതുപോലൊരു മഹതിയാണ് പിച്ചമ്മാൾ. ഈ പിച്ചമ്മാളിന്റെ അയൽവാസിയായിരുന്നു ഈ രാമൻ തമ്പി എന്ന ജഡ്ജി. അദ്ദേഹം അപ്പോൾ അവിടെ തൻ്റെ ഈ ദുര്യോഗത്തെക്കുറിച്ച് പിച്ചമ്മാളിനോട് പറഞ്ഞപ്പോൾ പിച്ചമ്മാൾ വീട്ടിൽ പോയി ഗുരുദേവൻ ജപിച്ചു കൊടുത്ത ഭസ്മം എടുത്തുകൊണ്ട് വന്നു. ഇത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വിശ്വാസപൂർവ്വം ഇതണിഞ്ഞാൽ മതി, സുഖപ്പെട്ടുകൊള്ളൂ എന്ന് പിച്ചമ്മാൾ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം
ഈ ഭസ്മം ധരിക്കുന്നത് ശുദ്ധിയോടെ വേണം, ഭവ്യതയോടെ വേണം. നിത്യവും കുളിച്ച് ഈ ഭസ്മം ധരിച്ചു തുടങ്ങി. അങ്ങനെ ഏതാനും തവണ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മാന്യമൊക്കെ മാറി. മൊത്തത്തിലൊരു മന്ദതയൊക്കെ ബാധിച്ചിരുന്നു എന്ന് മാത്രമല്ല, പൂർവാധികം ഊർജ്ജസ്വലനായി അദ്ദേഹം മാറുകയും ചെയ്തു. ഇത് ഗുരു സമക്ഷത്ത് തന്നെ ഇരുന്ന് ഈ രാമൻ തമ്പി ജഡ്ജി ഗുരുദേവനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഗുരുദേവൻ ചെറു സ്മിതത്തോടെ ഇത് കേട്ടിരുന്നു. ഇത് പറഞ്ഞു തീരുമ്പോൾ ജഡ്ജി അദ്ദേഹം അറിയാതെ കൈകൂപ്പി വിതുമ്പിപ്പോയി. അപ്പോൾ അവിടെ ശിരസ് മെല്ലെ ഒന്ന് അനക്കിക്കൊണ്ട് ഗുരു മൊഴിഞ്ഞത്, വിശ്വാസമുണ്ടെങ്കിൽ ഫലിക്കും, വിശ്വാസമുണ്ടെങ്കിൽ ഫലിക്കും. സജ്ജനങ്ങളെ, നമ്മളൊന്ന് ഓർക്കണം, എത്രയോ അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ഫലത്തേൽ വരുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്തായിരിക്കാം? വിശ്വാസമില്ല എന്ന് നമ്മൾ അംഗീകരിക്കില്ല. ആ വിശ്വാസത്തിൻ്റെ പോരാഴിക, അതിനെക്കുറിച്ചാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. വിശ്വാസമുണ്ടെങ്കിൽ ഫലിക്കും. ഇതിൽ ഒരു ഉറപ്പ് എന്താണ് നമുക്ക് വേണ്ടത്? ഇതാര് തരുന്ന ഉറപ്പാണ് എന്നുകൂടി നമുക്കൊന്ന് ബോധ്യപ്പെടണ്ടേ? പ്രിയമുള്ളവരെ, നമുക്കറിയാം, സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ ദൈവമെന്തെന്നോ ദൈവീകത എന്തെന്നോ ദർശനമെന്തെന്നോ തത്വമെന്തെന്നോ ഒന്നും അറിയാൻ അവർക്ക് ശേഷിയുണ്ടാവില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ അടയാളങ്ങൾ കാണണം. അവർക്ക് അത് പെട്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഗുരുദേവന്റെ ഒരു ജീവിതഘട്ടം അങ്ങനെയായിരുന്നു. ആ ജീവിതത്തിൽ സിദ്ധി വൈഭവങ്ങളുടെ പ്രകടനം, അത്യത്ഭുത സംഭവങ്ങൾ അധികവും സംഭവിച്ചത് അവധൂത കാലത്തായിരുന്നു. ആ അവധൂത കാലത്ത് അവിടുന്ന് സന്ധിച്ചവരെല്ലാം സാധാരണക്കാരായിരുന്നു, അല്ലാത്തവരും ഇല്ലെന്നില്ല. സാമാന്യ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തേക്ക് ഖ്യാതി എന്ന് പറഞ്ഞുകൂടാ, അവിടുന്ന് വലിയൊരു ആരാധനാപാത്രമായി കഴിഞ്ഞിരുന്നു. അവിടുത്തെ ഊരും പേരും ഒന്നും ആ ദേശക്കാർക്ക് അറിവുണ്ടാവില്ല. അവിടുത്തെ ഈശ്വരനോടെന്ന പോലെ മഹാജനങ്ങൾ പെരുമാറിയെന്ന് ആശാൻ രേഖപ്പെടുത്തിയത് ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ്. എന്നു മാത്രമല്ല, ഈശ്വര സന്നിധിയിൽ ചെന്ന് നേർച്ചകൾ നേരുന്നത് പോലെ ഗുരുദേവന് വേണ്ടി, അന്ന് ഗുരുദേവൻ എന്നുള്ള പേരൊന്നും പതിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അവിടെ ഊരും പേരും അറിയില്ല എങ്കിലും അതിനുപരിയായി ആ വലിയൊരു ജനതയുടെ നെഞ്ചിൽ, ഹൃദയത്തിൽ അവിടുത്തേക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. അവിടുത്തെ പേരിൽ നേർച്ച നേരുക, ആ നേർച്ചയ്ക്കൊക്കെ ക്ഷണത്തിൽ തന്നെ ഫലമുണ്ടാവുക. ഒന്നോർത്തു നോക്കൂ, ആ തമിഴ് ഭക്തന് ഉണ്ടായ അനുഭവ രൂപപ്പുറത്ത്. ഇത് പറയപ്പെടാതെ പോയി എത്രയോ എത്രയോ സംഭവങ്ങൾ കാണും. അതുകൊണ്ടാണല്ലോ ആശാൻ എഴുതിയത്, അക്കാലത്ത് അവിടുന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടാലും വലിയൊരു ജനക്കൂട്ടം അവിടെ ഒത്തുകൂടി വന്നിരുന്നു.
അവിടുന്ന് എവിടെ പ്രത്യക്ഷപ്പെട്ടാലും വലിയ ഒരാൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു വരുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര മേലായിരുന്നു എന്ന് ഓർത്തു നോക്കേണ്ടതാണ്. പലരെയും നമ്മൾ അറിയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ മഹച്ചരിതങ്ങളും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ ദുരന്തങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകുന്നതായും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ജീവിതത്തിൽ അങ്ങനെയൊന്ന് കാണുന്നേയില്ല. ഒരു ഘട്ടം കഴിഞ്ഞു, അവിടുന്ന് ഈ സിദ്ധി വൈഭവങ്ങളെല്ലാം പിന്നെ അടക്കുകയാണ്. അത് ഈ മാർഗത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഒരു ഘട്ടത്തിൽ അത് പ്രകടമായി, അതൊരു ഘട്ടം കഴിയുമ്പോൾ നിലയ്ക്കും. എങ്കിലും ഗുരുദേവന്റെ മഹാസമാധി കാലം വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില അത്ഭുതങ്ങളും നടക്കാതെയും ഇരുന്നില്ല. ഗുരുദേവന്റെ ഐഹിക ജീവിതത്തിലെ അന്ത്യകാലം സമീപിച്ചിരിക്കുകയാണ്. മരണാസന്നയായി കിടന്ന ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു വിട്ടത്. അവരും ഇതുപോലെ ആഴ്ചകളായി വെള്ളമിറക്കാതെ കിടന്ന അവർ അന്ന് ശിവഗിരിയിൽ നിന്ന് ഊണും കഴിഞ്ഞാണ് പോയതത്രേ. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രകടമാകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അന്നത്തെ കാലത്ത് നടന്നതുപോലെ വിപുലമായിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇത് കണ്ടിട്ടും വിശ്വസിക്കാത്തവരെ എന്തു പറയണം? സാമാന്യ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത് പോരായിരുന്നുവോ? അപ്പം വിശ്വസിച്ചല്ലോ. അതുകൊണ്ടല്ലേ ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം വ്യാഹാരത്തിൽ മുഴുകിയത്. ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവിടുത്തെ മുമ്പിൽ തമ്മിൽ വിയോജിച്ചവരുണ്ട്. അവിടുത്തെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാത്തവരുണ്ട്. അവിടുന്ന് അതൃപ്തി പല പ്രകാരത്തിൽ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴും തിരുത്താതെ പോയവരും ധാരാളമുണ്ട്. അങ്ങനെയൊക്കെ ആകെ സങ്കീർണമായിരുന്നു ഗുരുദേവന്റെ പിന്നീടുള്ള കാലം. ഗുരുവാണെങ്കിലോ പൂർണ്ണമായും പ്രശോഭിച്ച് നിൽക്കുകയാണ്. അതിന് ഒരു അഴിവും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ നോക്കുക, ഗുരു ആഹ്വാനം ചെയ്ത പലതും, ഗുരു തുടക്കമിട്ട പലതും മുഴുമിക്കാതെ പോയിട്ടുണ്ട്. അതിൽ അവിടുന്ന് പലപ്പോഴും വിഷമം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിദ്ധനായ, ഇതുപോലെ മുക്തനായ, ഇതുപോലെ ശുദ്ധനായ, ഒറ്റവാക്കി പറഞ്ഞാൽ നിത്യശുദ്ധ മുക്ത മഹാത്മാവായ അവിടുത്തെ എല്ലാവരും കൊണ്ടാടി എന്നത് ശരിയാണ്. വിശ്വസിച്ചിരുന്നു എങ്കിൽ ദാ നോക്കൂ, പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നും. ഗുരുവിൻ്റെ ചികിത്സാകാലത്ത് ഒരാൾ മരുന്ന് തയ്യാറാക്കുകയുണ്ടായി. പ്രസിദ്ധപ്പെട്ട ഒരു വൈദ്യനായിരുന്നു. അപ്പൊ ആ മരുന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത്, നീ തന്നെ അത് കുടിച്ചോളൂ. കേൾക്കേണ്ട താമസം അയാൾ അത് കുടിച്ചു. അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഗുരു അങ്ങനെ പറയും. അത് നിർബന്ധിച്ച് ഗുരുവിനെ കൊണ്ട് കുടിപ്പിക്കുകയല്ലേ വേണ്ടത്? നമ്മളവിശ്വാസികളായതുകൊണ്ട് നമ്മളത് പൂരിപ്പിച്ചു. പക്ഷേ
അയാൾ അറിഞ്ഞിരുന്നു, ഗുരുവാക്യങ്ങളിലുള്ള സമ്പൂർണ്ണ ശ്രദ്ധയത്രേ വിശ്വാസം. ഗുരുവാക്യങ്ങളിലുള്ള പൂർണ്ണമായ വിശ്വാസം, അതാണ് ഭക്തി. ഗുരു എന്ത് കൽപ്പിച്ചു, ആ കൽപ്പനയെ സംശയിച്ചുകൂടാ. ഒരിക്കൽ ഗുരുവിൻ്റെ ഈ മൂത്ര തടസ്സം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുരുവിൻ്റെ മൂത്രം വസ്തി വെച്ചെടുക്കുകയുണ്ടായി. ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന ഒരു ഭക്തൻ ചെയ്തത് എന്താണെന്നറിയുമോ? ഈ മൂത്രം മാറ്റുവാൻ അല്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂത്രം അവിടുന്ന് മാറ്റുവാനെടുത്ത് കഴിഞ്ഞപ്പോൾ അയാളുടെ കൈ വിറച്ചു. ഈ തിരുശരീരത്തിൽ നിന്നും വന്നതാണിത്. ഇത് കേട്ടാൽ നമുക്കൊരു വല്ലായ്മ തോന്നും, പക്ഷെ സംഭവിച്ചതാണ്. അയാൾ അവിടെ നിശ്ചയിക്കുന്നു, ഞാനിത് കളയില്ല. അയാൾ എന്ത് ചെയ്തു എന്നറിയാമോ? അത് കുടിച്ചു. ഉറപ്പാണ് നമുക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിനെയൊക്കെ ഭക്തി എന്ന് പറയാമോ? ഇവിടെ നമ്മൾ ഒന്ന് കാണണം, അയാൾ ചിന്തിച്ചതെന്താണ്? ഗുരുവുമായി ബന്ധപ്പെട്ടതൊന്നും വർജ്യമല്ല. അത്ര ശുദ്ധനാണ്, വിശുദ്ധനാണ് അവിടുന്ന്. ആ വിശുദ്ധനിൽ നിന്ന് വന്ന ഒന്നിനെ അശുദ്ധമായി കാണാൻ അയാൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട്? അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോഴും വിശ്വാസത്തെക്കുറിച്ച് ഗുരു അനുമതി തേടിയവരോട് ഊന്നി ചോദിച്ച് ഉറപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നത് കൊണ്ട് അത് പരത്തി പറയേണ്ട കാര്യമില്ല. നാം കൽപ്പിച്ചാൽ ശിവഗിരി ഒരു പുണ്യസ്ഥലമായി തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടാളും നാമും ചേർന്നാൽ മൂന്നായി. അതിന് വലിയൊരു അർത്ഥമുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മാത്രം നാമം ചേരുന്നു. ശിവഗിരി തീർത്ഥാടന കാലത്ത് അവിടുത്തെ സാന്നിധ്യം എന്നും ശിവഗിരിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഇത് വലിയ കാര്യമായിട്ട് നമ്മൾ പാടിയും പ്രസംഗിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. ഒന്നോർക്കുക, വിശ്വസിക്കുന്നുണ്ടോ എന്നവരോട് ചോദിച്ചു. വിശ്വസിക്കുന്നു എന്നവർ മൊഴിഞ്ഞു. അപ്പോളാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടാളും നാമും ചേർന്ന് ഒന്നായി. ഗുരുവുണ്ട്. ഗുരു ആരോടൊപ്പമാണ് ചേരുന്നത്? ഇവിടെ സ്പഷ്ടമല്ലേ? വിശ്വസിക്കുന്നവരോടൊപ്പം. അതിനെ തുടർന്ന് തങ്ങൾ മൂന്നാൾ മാത്രമല്ല, ലക്ഷോപലക്ഷം ആളുകളും വിശ്വസിച്ചു കൊള്ളാം എന്ന് ആ സമക്ഷത്ത് ഉറപ്പിക്കുമ്പോഴാണ് വിശ്വാസമുണ്ടല്ലോ, കൊള്ളാം, അനുവദിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ശിവഗിരി തീർത്ഥാടന സമാരംഭത്തെക്കുറിച്ച് കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നോർത്തു നോക്കൂ. വിശ്വാസം, എങ്ങനെയുള്ള വിശ്വാസം? അവിടം പുണ്യസ്ഥലമാണെന്നുള്ള വിശ്വാസം. എന്ന് പറഞ്ഞാൽ അവിടം പുണ്യസ്ഥലമാണ്. ആ വാചകം അങ്ങ് ബോധ്യപ്പെട്ട് ഏത് സമയം പറയാവുന്ന ഒരു ഉദ്ധരണിയായി മാത്രം തലയിൽ കൊണ്ട് നടന്നതുകൊണ്ട് അത് വിശ്വാസമാകുമോ? അത് പ്രകടമാകണം. അവിടം പുണ്യസ്ഥലമാണ് എങ്കിൽ വാക്കുകൊണ്ട് അത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങോട്ട് ചെല്ലുന്നത് പുണ്യം നേടാനായിരിക്കണം. എങ്ങനെയാണ് പുണ്യം നേടുക? ഒന്നോർത്തു നോക്കൂ. പുണ്യത്തിന് വിപരീതമാണ് പാപം.
പാപം ഒഴിയുന്നിടത്താണ് പുണ്യം. അപ്പോൾ അവിടെ പാപവും ഒഴിയേണ്ടതുണ്ട്. പാപമെന്ന് പറഞ്ഞാൽ എന്താണ്? അരുതാത്തത് ചിന്തിക്കുക, പ്രവർത്തിക്കുക. അരുതാത്തതിനെ പിന്തുടരുമ്പോൾ, അവലംബിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷമാണ് പാപം. അതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു. അതുള്ളവന്റെ കണ്ണ് തെളിയില്ലെന്ന്, കാത് തെളിയില്ല, ഇന്ദ്രിയങ്ങളെയെല്ലാം അത് മറയ്ക്കും. അപ്പൊ അവിടെ അനുഭവങ്ങളൊക്കെ വൃഥാവിലാകും. ഒന്നോർത്തു നോക്കൂ, ബുദ്ധി തെളിയില്ല. ഇവിടെയാണ് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട്. അതിനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നാൽ ഇതായിരിക്കണം നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന. നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിന്റെ പരമാനന്ദം നൽകണമേ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ കേട്ടല്ലോ, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതമേഘം. ഇത് ബോധ്യപ്പെടണ്ടേ? ഇത് ബോധ്യപ്പെടാനായിട്ട് വേണ്ടേ നമ്മൾ പോകുവാൻ? ഇത് ബോധ്യപ്പെട്ടു പോകുമ്പോൾ മാത്രമാണത് തീർത്ഥാടനമാവുക. തീർത്ഥാടനം നമ്മെ പാപക്കടൽ കടത്തിവിടുന്നു, നമ്മെ തരണം ചെയ്യിക്കുന്നു. പോയ തവണ നമ്മൾ കണ്ട മാനസ തീർത്ഥാടനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ വിശ്വാസ തീർത്ഥാടനം. അങ്ങനെ ഒരു തീർത്ഥാടനം ഇല്ല കേട്ടോ. നമുക്കൊരു ടോപ്പിക്ക് വേണ്ടേ, അതങ്ങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒന്നോർത്തു നോക്കൂ, ഗുരുവിനെ പറ്റി നമ്മൾ അഭിമാനിക്കുന്നു. ഇപ്പം ഗുരുവിനോട് നമുക്കൊരടുപ്പമുണ്ട്. പക്ഷേ അതിനെ വിശ്വാസമാക്കി മാറ്റിയാൽ എന്തെന്ന്, അതുകൊണ്ട് തെളിച്ചമേ ഉള്ളൂ, ഉണർച്ചയേ ഉള്ളൂ, ഉയർച്ചയേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിന് മടിച്ചു നിൽക്കണം? അവിടെയാണ് ഒന്നുകൂടി മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങൾ മോഹാകുലരാണ്. ആ അവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മെ അസുഖം ബാധിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതിനുള്ള എത്രയോ ലക്ഷണങ്ങളാണ് നമുക്ക് അനുഭവിക്കാനാവുക. രോഗമുക്തി നേടുവാൻ അവൻ ഔഷധം സേവിക്കണം. ആ ഔഷധം പ്രവർത്തിക്കുവാൻ അവൻ പദ്യാചരണവും കൂടി നടത്തണം. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് രോഗമുക്തി നേടുന്നത്. നോക്കൂ, വൈദ്യത്തിൽ ഇതുപോലെ രോഗമുക്തി നേടുന്നു. ഇത് വൈദ്യമല്ല, വൈദികമാണ്, അഥവാ ആത്മീയമാണ്. ഇവിടെ ശരീരദോഷങ്ങളുണ്ട്, കായദോഷങ്ങളുണ്ട്, മാനസിക ദോഷങ്ങളുണ്ട്. ഇത് ദേവദേവ നശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള യാത്ര. അത് രോഗി ഒരു അതൊരു ആലയത്തിലേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ പകലന്തിയോളം പണിയെടുത്ത് ദേഹം മുഷിഞ്ഞവൻ ഒരു നദിയിലേക്ക് പോകുന്ന പോലെ. എന്തിന്? കുളിച്ച് ശുദ്ധമായി കയറി വരുവാൻ. കുളിച്ച് ശുദ്ധമായി കയറി വരുവാൻ. ആതുരാലയത്തിലേക്ക് പോകുന്നവനോ രോഗമുക്തി നേടി ആരോഗ്യത്തോടെ തിരിച്ചെത്തുവാൻ. പക്ഷെ ഇവിടെയോ തത്വം പറയുമ്പോൾ, ലക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഭംഗിയായി ഇത് പറയും. വഞ്ചനം ചെയ്യുമേനസ് ഞങ്ങളിൽ നിന്നു മാറ്റുക. അവിടുന്ന് എല്ലാം കാണുന്നുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടേയിരുന്നു എങ്കിൽ നമ്മൾ പലതിനെയും നിയന്ത്രിക്കില്ലായിരുന്നുവോ?
യഥാർത്ഥ ഈശ്വരവിശ്വാസം അതല്ലേ? ഒരിക്കലൊരു ഗുരുകുലത്തിൽ ബോധനമെല്ലാം കഴിഞ്ഞ് പിന്നെ പരീക്ഷണമാണ്. ഇന്നത്തെ പോലെ പഠിച്ചതെല്ലാം പറയിപ്പിക്കുക എന്നുള്ളതല്ല പരീക്ഷണം. പഠിച്ച വിദ്യ അവനെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു, രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നറിയുക. അവിടെ നടന്ന പരീക്ഷണം എന്തായിരുന്നു? ഗുരു ശിഷ്യന്മാർക്ക് ഓരോ പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ആരും കാണാതെ ഭക്ഷിക്കുന്നവൻ വിജയിയാകും. ഒരുത്തൻ പെട്ടെന്ന് പിന്നാമ്പുറത്ത് പോയി കഴിച്ചിട്ട് പെട്ടെന്ന് സ്ക്രീൻ തുടച്ചിഞ്ഞു വന്നു. ജയിച്ചു എന്ന് കേൾക്കാനുള്ള ആകാംക്ഷ. ഒരുത്തനാണെങ്കിൽ കാട്ടിനുള്ളിലേക്ക് പോയി കഴിച്ചിട്ട് വന്നു. മറ്റൊരുത്തനാണെങ്കിൽ ബിരുദനായിരുന്നു, രാത്രിയാകാൻ കാത്തിരുന്നു, രാത്രിയുടെ മറവിൽ ഇരുന്ന് കഴിച്ചു. അവനും ഭാവിക്കുന്നത് ഞാൻ വിജയിച്ചു, ഞാൻ കഴിച്ചതാരും കണ്ടില്ല. വെള്ളത്തിൽ മുങ്ങിക്കടന്ന് കഴിച്ചവനും ഉണ്ടായിരുന്നത്രേ. ഇവരെല്ലാവരും വിജയിച്ചു. വിജയിയായിട്ട് തന്നെ ഗുരുവിന്റെ മുമ്പിൽ വന്ന് വിജയഭാവത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരുവൻ മാത്രം ആ പഴം കൊണ്ട് ഗുരു സമക്ഷത്ത് വെച്ചു. ഗുരു, ഈ ഉള്ളവൻ തോറ്റിരിക്കുന്നു. ആരും കാണാതെ ഞാൻ ഇങ്ങനെ ഭക്ഷിക്കും. അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നു, ദൈവം എല്ലാം കാണുന്നു. ദൈവത്തെ ഒന്നും മറയ്ക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഈ തത്വം ഓർത്തത് ആ ബ്രഹ്മചാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തോൽവി സമ്മതിച്ച് അവനെ ഗുരു വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഒന്നോർത്ത് നോക്കുക. അവൻ മാത്രമേ ഇത് ഓർത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ ശാസ്ത്രവാക്യങ്ങൾ തിരിച്ചും മറിച്ചുമെല്ലാം പറയാൻ വിരുദ്ധരായിരുന്നു. ഏതാണ്ട് ഇതുപോലെയാണ്. പുഷ്പിച്ചിട്ട് കായ്ക്കാത്ത വൃക്ഷങ്ങൾ പോലെ ആകാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. സമാധിയുടെ 100-ാം വർഷമല്ലേ കടന്നു വരുന്നത്. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാലം അങ്ങനെ കടന്നു പോകും, ഇതും നമ്മൾ കടന്നു പോകും. നമ്മളിൽ അത് എന്തു മാറ്റമുണ്ടാക്കും? ഗുരു അരുളിയത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കാം. അവിടുന്ന് കൽപ്പിക്കുന്നു, ആത്മാർത്ഥമായ പ്രവൃത്തിക്ക് ഫലമുണ്ടാകാതെ വരില്ല. നാം ചെയ്യുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ആത്മാർത്ഥമായിട്ടായാലെന്ത്? അതിന് ഫലമുണ്ടാകുമെന്ന ഗുരുവിൻ്റെ ഉറപ്പെവിടെ? അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉറയ്ക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിൽ അറിവിലൂടെയുള്ള ഈ തീർത്ഥാടനം നമുക്ക് തുടരാം. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. നമ്മുടെ എല്ലാം വിളക്ക് തെളിയട്ടെ, വിശ്വാസം തെളിയട്ടെ, നേർവഴി തെളിയട്ടെ. പ്രിയപ്പെട്ട ധന്യ ടീച്ചറെ